ഹലോ, അപ്പോൾ അതാ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എനിക്ക് ഉച്ചക്ക് കൂട്ടാൻ വെക്കാൻ എന്തൊക്കെ കിട്ടിയെന്ന് കാട്ടിത്തരാം. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും പുറത്ത് നിന്ന് സാധനം കൊണ്ടുവന്നിട്ടേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ. വീട്ടിലാകെ ഉള്ളത് ഒരു മുരിങ്ങൻ്റെ മരം മാത്രമാണ്. ആ മുരിങ്ങൻ്റെ ഇല കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്ന് കരുതുക അന്ന് വീട്ടിലുണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിലൊന്നും എനിക്ക് വീട്ടിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കിന്ന് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കട്ടോ. അപ്പോൾ ഇന്ന് മീനാണ് കേട്ടോ. മീനൊരു ബ്ലാക്ക് റെഡ് കളറൊക്കെ കൂടിയിട്ടുള്ളൊരു കഷ്ണം വെട്ടിയ മീനാണ്. പേരൊന്നും എനിക്കറിയില്ല. അതേപോലെ എന്താ ഇന്നലത്തെ സാമ്പാർ ഉണ്ടാക്കിയ ബാക്കി പച്ചക്കറി ഉണ്ടായിരുന്നു. അത് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. പകുതി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുണ്ടാവില്ലേ, എന്താ പറയുക, അവിയലുണ്ടാക്കിയത്. അവിയൽ പോലൊന്നും ആവില്ല, എന്നാലും ഏകദേശം ആ ഒരു കോലത്തിൽ എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് ഉണ്ടാക്കിയത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേട് വരും കേട്ടോ. കുറേ ദിവസം വെക്കണത് നല്ലതല്ലല്ലോ. പിന്നെ എനിക്കൊരു ഉപ്പ് പാക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കണേ. പിന്നെ ഉപ്പില്ലാതെ നമുക്ക് കഴിയൂലല്ലോ, എന്താവശ്യത്തിന് നമുക്ക് ഉപ്പ് വേണമല്ലോ. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ പപ്പടം ഇതിലൊരാൾ പോയപ്പോൾ വാങ്ങിയതാണ്. ഒരു സുഖമില്ലാത്തൊരു ചെറുക്കനാണ് ഇതിൽ പോയിന്ന് കേട്ടോ. അപ്പം വാങ്ങിയതാണ്. അവൻ്റെ സങ്കടം പറച്ചിൽ കേട്ടിട്ട് വാങ്ങിയതാണ്. 30 രൂപയായിട്ട് അതിന് വില. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് എത്ര ഇതിൽ നിന്ന് കിട്ടുകയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് 10 റുപ്യ ഒരു പാക്കറ്റ് വിറ്റാൽ കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അത് പച്ചമുളക് കണ്ടില്ലേ, അതുണ്ട്. പിന്നെ തൈര് പിന്നെ ഈ അവിയലേക്ക് ഇടാന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ചീരൻ്റെ ഇട്ടിട്ടുണ്ടോ. നല്ല കളറിൽ നല്ല ഭംഗിയിലേ കാണാൻ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിറച്ച് മണ്ണാണ് കേട്ടോ. നിറച്ച് മണ്ണുണ്ട്. നല്ലോണം കേകിയിട്ട് വേണം. ഞാൻ താളിക്കാനാണ് കരുതിയിരിക്കുന്നത്, താളിക്കാൻ. പിന്നെ എനിക്കിതാ മാങ്ങ അച്ചാറാണ് കിട്ടിയത് കേട്ടോ. ഒരു മാങ്ങച്ചാറിൻ്റെ ഒരു വലിയ പാക്കറ്റ് പറഞ്ഞാൽ കുറച്ചൊക്കെ വലിയൊരു കുപ്പിയാണ് വാങ്ങിക്കുന്നത്. പിന്നെ നേന്ത്രപ്പഴം വാങ്ങിക്കുന്നത്. നേന്ത്രപ്പഴം പിന്നെ ഉച്ചക്കത്തെ കൂട്ടാൻ വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനതവിടെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എൻ്റെ ഫുഡൊക്കെ ആയിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ കിച്ചണിലെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫുഡൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഫുഡ് എന്തൊക്കെയാണെന്ന്. പിന്നെ ചോറ് എന്തായാലും നമ്മൾ ഉണ്ടാക്കുമല്ലോ, ഉറപ്പല്ലേ. പിന്നെ മീൻ പൊരിച്ചതുണ്ട്. മീൻ കിട്ടിയപ്പോൾ തന്നെ നല്ല റെഡ് കളർ മീൻ കേട്ടോ, കഷ്ണം വെട്ടിയാണ് കൊടുന്നിരുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ പപ്പടം പൊരിച്ചിരിക്കണേ. പിന്നെ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. നീളത്തിൽ നല്ല കഷ്ണങ്ങൾ അരിഞ്ഞിരിക്കണത്. എനിക്ക് ശരിക്കും അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ കഴിയൂല. അപ്പം എന്നോട് മോൾ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അവിയലാണ്, എൻ്റെ ഓൾ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓൾ ഉണ്ടാക്കിയതാണ് ഈ അവിയൽ കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മോന് കൊടുത്തേക്കാൻ വേണ്ടി പൊരിച്ച സോയാബീൻ ബാക്കിയുണ്ട്. അതേപോലെ തൈരുണ്ട്. തൈര് പുറത്തുനിന്ന് വാങ്ങിയ തൈരാണ് അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അച്ചാറും പിന്നെ
ഇതാ ചീരൻ്റെ കറി ഉണ്ട് കേട്ടോ. നല്ല പിങ്ക് കളറേക്കായൊക്കെ ഈ ചുമന്ന ചീര കാണിച്ചാൽ. അപ്പോൾ ഞാൻ എന്നും വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വിടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ എടുത്തിട്ടാണ്. എനിക്ക് വെറും ചോറും ഒരു കൂട്ടാനായാൽ എനിക്കങ്ങനെ വല്ലാതെ ഇറങ്ങില്ല. എനിക്ക് എന്തെങ്കിലും ഉപ്പേരിയും വേണം, കറിയും വേണം, എന്തെങ്കിലും പൊരിച്ചതും വേണം. എനിക്കിവിടെ വീട്ടിലാവുമ്പം എനിക്ക് ഇങ്ങനത്തെ സ്റ്റീൽ പാത്രത്തിൽ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയലില്ലേ, ഞാൻ കൂട്ടാനുകളൊക്കെ കുറേ ഉണ്ടെങ്കിൽ കുറച്ച് ചോറേ കഴിക്കലുള്ളൂ എന്ന്. അപ്പോൾ ആ പാത്രത്തിൽ ചോറിട്ടു, ഇനി കറി ഇടുകയാണ്. പിന്നെ ഒരു സൈഡിൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു അവിയലാണ് കേട്ടോ, അതിടുകയാണ്. പിന്നെ 2 മീൻ പൊരിച്ചത് വെക്കുന്നുണ്ട്. പിന്നെ അതാ പപ്പടം വെക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ തൈര് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. വെളുത്ത ചോറുക്ക് ഈ ചുവപ്പ് കളർ ചീരൻ്റെ കറിയാവുമ്പോൾ ഇതാ ചോറിൻ്റെ ചുവപ്പ് കളറാവും കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.